പുലിക്കളിയിൽ ഇതിനിടെ രാഷ്ട്രീയ വിവാദവുമുണ്ട്. മുൻ സർക്കാർ പുലിക്കളിയിൽ രാഷ്ട്രീയം കളിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചത്. പുലിക്കളിയുടെ കേന്ദ്ര സഹായം വൈകിയത് മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ്. രാഷ്ട്രീയം കളിച്ച പിശാചുക്കൾ മാപ്പു പറയണം എന്നിങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ആരോപണങ്ങൾ. ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഉയർപ്പ് മാത്രമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച എൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തീർത്തും ഒരണുവിട പങ്കാളിത്തമില്ലാത്ത ഒരു തെറ്റിനെ പാപമാക്കി മാറ്റി ഏതൊക്കെ പിശാചുക്കളാണ് ഇത് ഉപയോഗിച്ചത് അവർ പ്രായശ്ചിത്തം ചെയ്യണം, പശ്ചാത്തപിക്കണം. ലെബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെബി, കഴിഞ്ഞ പുലിക്കളി സംഘത്തിന് ഓരോ സംഘത്തിനും പണം നൽകിയ സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷെ പണം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ഉയർന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന രൂക്ഷ വിമർശനവുമായി സുരേഷ് ഗോപി രംഗത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നേരത്തെ നോക്കൂ, വി.കെ. ശ്രീരാമന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അവിടെയും ഇവിടെയും ഇല്ല, ആരെയും വേദനിപ്പിക്കാനില്ല എന്ന തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയതെങ്കിൽ ഇവിടെ കടുത്ത വാക്കുകളാണ്. ലെബി, അതേ മാധു, വി.കെ. ശ്രീരാമനോട് സുഹൃത്തായതുകൊണ്ട് തന്നെ കടുത്ത ഭാഷയിൽ മറുപടി പറയുന്നില്ല, താൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ പറഞ്ഞത് അനുചിതമായി എന്നതിൽ മാത്രം ഒതുക്കുമ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയ വിവാദത്തിൽ വളരെ ഷാർപ്പായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇവിടെ എത്തിക്കാൻ തടസ്സമായത് സംസ്ഥാന സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിച്ചതുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ രാഷ്ട്രീയ കളി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ഇവിടെ ലഭിക്കാതെ പോയത് എന്നുള്ള ഗുരുതരമായ ആരോപണം. അതുമാത്രമല്ല, ഇതിനിടയാക്കിയ പിശാചുക്കൾ എന്നൊക്കെ രീതിയിലുള്ള വിമർശനമൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അത്തരം വിശേഷം നടത്തിക്കൊണ്ടാണ് അവർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിവാദത്തിൽ പുലികളിയെ സംബന്ധിച്ചിടത്തോളം മാധു, തൃശ്ശൂരിന്റെ ഒരു വികാരമാണ്. ആ തരത്തിൽ വി.കെ. ശ്രീരാമൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരുകാരുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക ലോകത്തു നിന്നുമൊക്കെ വിമർശനങ്ങൾ ഉയരുക അല്ലെങ്കിൽ എതിർശബ്ദങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. എന്നാൽ സുരേഷ് ഗോപി ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് വി.കെ. ശ്രീരാമന്റെ കാര്യത്തിൽ അദ്ദേഹം സുഹൃത്തായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കടുപ്പിച്ച് പറയുന്നില്ല. എങ്കിലും പുലികളിക്ക് എന്നും താൻ പുലികളിക്കൊപ്പമാണ്. പുലികളിയുടെ കലാകാരന്മാർക്കായി അവരുടെ കൂടെ നിലയുറപ്പിക്കണം, അവർക്ക് വേണ്ടി കരുതലുണ്ടാകണം, അവർക്ക് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എതിർശബ്ദം ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോഴും ഈ രാഷ്ട്രീയ വിവാദം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. തനിക്ക് ആ ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്, കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക വാങ്ങി നിൽക്കാൻ സാധിക്കാത്തത് ഇടയ്ക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നിന്നതുകൊണ്ടാണ് അന്നത് സംഭവിച്ചത് എന്ന് സുരേഷ് ഗോപി പറയുന്നു. ലെബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത ഭാഷയിലാണ് ഈ പുലികളിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി.